Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡിഫൈ ടൂളിലെ കുറച്ച് സബ് ഓപ്ഷൻസ് ആണ്. ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഹോം ടാബിൽ പോവുക, അതിൽ നിന്നിട്ട് മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം, അവിടെ ഒരു ആരോ കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രേക്കും ബ്രേക്ക് അറ്റ് എ പോയിന്റ്. ഇത് ബ്രേക്ക് പറഞ്ഞാൽ നമുക്ക് എന്താ നോക്കാം. ബ്രേക്ക് എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഇതിൽ എടുക്കാൻ പറ്റും. ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് BR ആണ് ബ്രേക്കിന്റെ ഷോർട്ട് കീ. BR ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റ് എനിക്ക് ഈ ഒബ്ജക്റ്റ് ആണ് വേണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ കണ്ട മൗസിന്റെ കേഴ്സർ പോകുമ്പോൾ തന്നെ ബ്രേക്ക് ആയിട്ട് കാണാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല, ഒരു തോന്നിയ പോലെ ആയിരിക്കും വരിക. കണ്ട ഇനി ഒരു ജസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ബ്രേക്ക് ആവും. അതിന് പകരം നമുക്ക് കറക്റ്റ് എക്സാക്ട് ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും പിക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം VR ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം സെലക്ട് ഒബ്ജക്റ്റ് നിൽക്കുക, ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ട ഇവിടെ ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ മൗസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ തോന്നിയ പോലെ ആയിരിക്കും ബ്രേക്ക് ആവുക. നമുക്ക് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ ഫസ്റ്റ് പോയിന്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കീ F ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പോയിന്റിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് എവിടെ ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റ്, ഇതിന്റെ ഈ ഒരു പോയിന്റാണ് എനിക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എവിടെയാണോ വേണ്ടത് സെക്കൻഡ് പോയിന്റിൽ പിക്ക് ചെയ്യുക. കണ്ട എക്സാക്ട് നമുക്ക് രണ്ട് പോയിന്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് അറ്റ് എ പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് കൺട്രോൾ സെറ്റ് അടിച്ചു. ഈ ഒരു റെക്ടാംഗിൾ ഇപ്പോ സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇതിന്റെ മിഡ് പോയിന്റിലും സ്പ്ലിറ്റ് ചെയ്യണം, അതേപോലെ ഇതിന്റെ മിഡ് പോയിന്റിലും സ്പ്ലിറ്റ് ചെയ്യണം വിചാരിക്കുക. അതായത് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ ബ്രേക്ക് അറ്റ് എ പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ബ്രേക്ക് അറ്റ് എ പോയിന്റ് എടുക്കുക. ഇതിന് ഷോർട്ട് കീ ഒന്നും ഇല്ല, ഇവിടെ വന്നിട്ട് തന്നെ എടുക്കുക. ബ്രേക്ക് അറ്റ് എ പോയിന്റ് എടുക്കുക. അതിനുശേഷം ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് സ്പെസിഫൈ ബ്രേക്ക് പോയിന്റ്, അതായത് ഏത് പോയിന്റിലാണോ ബ്രേക്ക് ചെയ്യേണ്ടത്. കണ്ട ഈ ഒരു പോയിന്റിലാണ് ബ്രേക്ക് ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു ടോപ്പ് പോർഷനിൽ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും. കണ്ട ഇവിടെ ബ്രേക്ക് ആയി. ഈ ഒരു ലൈൻ വേറെ സെപ്പറേറ്റ്, ഇതും ബ്രേക്ക് ആയി. ഞാൻ വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഒരു ലൈൻ എടുത്തു. അതിനുശേഷം ഞാൻ ഒരു 50 സെന്റിമീറ്ററിൽ വരച്ചു കൊടുക്കണം. 50 സെന്റിമീറ്ററിൽ 50, ജസ്റ്റ് എൻ്റർ അടിച്ചു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. അതിനുശേഷം ഈ ഒരു ലൈൻ എനിക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഒരു ലൈൻ ഇപ്പോൾ സിംഗിൾ സെലക്ഷനിലാണ് കിടക്കുന്നത്. കണ്ടോ എനിക്ക് ഇതിന്റെ മിഡ് പോയിന്റിലോ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മോഡിഫൈ ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, ബ്രേക്ക് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ ബ്രേക്ക് ചെയ്യേണ്ടത്, അതായത് സിംഗിൾ പോയിന്റിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റ് ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രേക്ക് ആയിട്ട് ഉണ്ടായിരിക്കും. നേരത്തെ നമുക്ക് സിംഗിൾ ഒബ്ജക്റ്റ് ആയിരുന്നു ഈ ലൈൻ, അത് രണ്ട് ലൈനായിട്ട് മാറിണ്ടായിരിക്കും. ഇന്ന് നമുക്ക് ഈ ലൈൻ സെപ്പറേറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ ലൈൻ സെപ്പറേറ്റ് മൂവ് ചെയ്തൊക്കെ, അതേപോലെ ഈ ലൈൻ സെപ്പറേറ്റ് മൂവ് ചെയ്തൊക്കെ പറ്റും. അപ്പോൾ നമുക്കൊരു സിംഗിൾ പോയിന്റിൽ ബ്രേക്ക് ചെയ്യാനാണ് ബ്രേക്ക് അറ്റ് എ പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ബ്രേക്കും ബ്രേക്ക് അറ്റ് എ പോയിന്റ് നമ്മൾ വ്യത്യാസം.